ടി.ആർ. ശിവശങ്കർ മറുപടി. അനിൽ നമ്പ്യാർ, ഞാൻ സത്യത്തിൽ പല കുറി നോക്കുമായിരുന്നു ഇത് ജനം ടി വി തന്നെയാണോ അതല്ലെങ്കിൽ ഇത് മറ്റേ കോൺഗ്രസിൻ്റെ ജയ്ഹിന്ദ് ചാനലാണോ എന്ന് ഞാൻ 2-3 പ്രാവശ്യം നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ജനം ടി വി തന്നെയാണ്. ഞാൻ ഏതായാലും ഇത് നിങ്ങളുടെ ചെയർമാൻ ഉദയസമുദ്ര രാജശേഖർജിയോ അല്ലെങ്കിൽ സുരേഷ് ഒക്കെ ഉണ്ടെങ്കിൽ അവരിത് കേൾക്കണം. ഈ നിങ്ങൾക്ക് സാലറി തരുന്നത് അവരാണെങ്കിൽ എന്ത് ദ്രോഹം നിങ്ങൾ BJPയോട് ചെയ്ത്? നിങ്ങൾക്ക് എന്തിന് രാഹുൽ ഗാന്ധിയെ മാറ്റിയിട്ട് ഇത്ര അത്യാവശ്യം? അനിൽ നമ്പ്യാറിന്റെ കോൺഗ്രസിൽ കുറെ സുഹൃത്തുക്കൾ, ഈ ഗൗതം ഇത്ര ചെറുപ്പത്തിൽ ഈ കോൺഗ്രസിനെ ഇങ്ങനെ സഹായിക്കാൻ പോണത്? നിങ്ങൾ രാഹുൽ ഗാന്ധി അവിടെ ഇരുന്നോട്ടേന്നേ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റുമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് വല്ല ശത്രു എന്ന് പറയുന്നത് ദോഷം ഉണ്ടെങ്കിൽ തീരാനായിട്ട് ഒരാവശ്യമില്ലാത്ത കാര്യം നിങ്ങൾ ഏറ്റുമുട്ടാനൊരു സുഖമുള്ളൂ അല്ലേ? എന്തിനത് ഞങ്ങൾക്ക് ഇതൊക്കെ ഇപ്പൊ കോമഡി സിനിമയ്ക്കാണ് വലിയ നേട്ടം. ഇത് ഇടയ്ക്കൊക്കെയാണ് ഈ ലോക പോലുള്ള സിനിമ വിജയിക്കുള്ളൂ. പ്രേത സിനിമകളൊക്കെ, പ്രേതങ്ങളുണ്ടല്ലോ. പിന്നെ ഇപ്പൊ രാഷ്ട്രീയത്തില് ഈ കോമഡി സിനിമയ്ക്കാണ് ഇപ്പൊ റോള് കൂടുതൽ. നിങ്ങൾ വെറുതെ വിടല്ലേ? എന്തിന്? എനിക്ക് സത്യമായിട്ട് തോന്നുന്നത് ഇത്ര ലാൻഡ് സ്ലൈഡ് വിക്ടറി കിട്ടാനുള്ള ഒരു കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ്. ഇത് കേട്ടിട്ട് അവിടുത്തെ ജനങ്ങൾ ചിരിച്ച് സഹിക്കാൻ വയ്യാണ്ട് BJPക്ക് വോട്ട് ചെയ്തായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെന്തൊരു വോട്ടിങ്! അത് ആൾക്കാർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ലെറ്റ് കം ടു ദ സീരിയസ് പോയിന്റ്. ഇപ്പൊ എൻ്റെ കോൺഗ്രസ് നേതാവ് പറഞ്ഞിരുന്നത് ലെവൽ ഓഫ് പ്ലേയിങ് ഫീൽഡ്, അത് അദ്ദേഹം കഴിഞ്ഞ 2-3 ദിവസമായി പറയുന്നത് ഒരിക്കലും കിട്ടിയിരുന്നില്ല. ഇനിയിപ്പോൾ കോൺഗ്രസ്സിന് ഈ പ്ലേയിങ് ലെവൽ ഉണ്ടാക്കുക എന്നുള്ള പണി കൂടി അമിത്ഷായും നരേന്ദ്രമോദിയും ഇനിയിപ്പോൾ കേരളത്തിൽ ഞങ്ങളൊക്കെ എടുക്കേണ്ടി വരുമെന്നുള്ള പേടിയിലാണ് ഞാൻ. ഇപ്പൊ ഒരു സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച പോളിസി പ്രകാരം ഈ കുടിവെള്ളം കൊടുക്കാൻ പറ്റില്ല. ഇലക്ഷൻ ആകുമ്പോൾ പാർട്ടി ഇപ്പോൾ ജൽ ജീവൻ പദ്ധതി, അപ്പോൾ കുടിവെള്ളം കൊടുക്കാൻ പറ്റില്ല. അതേപോലെ പിന്നെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഫെർട്ടിലൈസർ സ്കീമുണ്ട്, കർഷകർക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല, വളം കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ കർഷകർക്കും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കും പെൻഷൻ സ്കീം, ഇതൊക്കെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പ്രഖ്യാപിക്കുന്നതല്ലേ. തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് അതൊക്കെ നിർത്തിവെക്കാൻ പറ്റുമോ? ഇതാണോ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ആ കാര്യം. 2, അദ്ദേഹം പറഞ്ഞ പോളിസിയിൽ ഇപ്പോൾ വോട്ട് ചോരി നടന്നെങ്കിൽ 61 ലക്ഷം പേര് പുറത്തായെങ്കിൽ ഗൗതം ചോദിച്ചെന്നാൽ ഒരു 5000 പേരെ കൊണ്ടൊരു പ്രകടനം നടത്തരുതേ, ഞങ്ങൾക്കൊക്കെ വോട്ട് കിട്ടിയില്ല എന്നൊരു പ്രകടനം നടത്തുക. അതല്ല എൻ്റെ മാന്യത. 61 ലക്ഷം ഒന്നും അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, എനിക്കറിയാം. അതിനുള്ള സംഘടനയൊന്നും അവർക്കില്ല. എന്നാൽ ഒരു 10,000 5,000 പേരെ കൊണ്ട് പ്രകടനം നടത്തിയിട്ടതേ ഇത്രയും പേർക്ക് വോട്ടില്ല എന്ന് പറയാം. എന്നിട്ട് അവർ തന്നെ പറയുകയാണ് ദർസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ NDA ആൻഡ് മഹാഗഠബന്ധൻ. അത് വെറും 1% ആണെന്ന് ഈ കോൺഗ്രസിന്റെ വക്താവ് അഡ്വക്കേറ്റ് വസന്ത് തന്നെ പറയുന്നു. അതെങ്ങനെ ശരിയാവുക? വോട്ട് ചോരി ഉണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഈ പെർസെൻറ്റേജ് വ്യത്യാസം വരണ്ടേ? ഹാർഡ് വർക്കിന്റെ ഭാഗമായിട്ട്. അപ്പൊ ആ ഒരു കോൺട്രഡിക്ഷൻ. 3, ഈ ലെവൽ പ്ലേ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഇനിയിപ്പോൾ BJP പോയിട്ട് അസറുദ്ദീൻ ഓവൈസിയെ അവിടെ നിന്ന് പിടിച്ചു മാറ്റണം. അതെ, ഞങ്ങളുടെ വോട്ട് സ്പ്ലിറ്റ് ആയി പോകും, നിങ്ങൾ മാറണം, നിങ്ങൾ കോൺഗ്രസിൽ പോയി ലയിക്കണമെന്ന് BJP പറയണം. 2, പ്രശാന്ത് കിഷോറിനെ ഞങ്ങൾ പൈസ കൊടുത്ത് മാറ്റണം, അയാളെ കൂടിയിട്ട് ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ കൂടെ ചേർക്കണം എന്ന് പറയണം. എന്തൊക്കെ ചെയ്തു കൊടുക്കണം? ഇത് ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാക്കളെ സംഘടിപ്പിച്ച് കൊടുക്കുക എന്നുള്ള ചുമതല കൂടി BJP ചെയ്യണം എന്നാണ് കോൺഗ്രസ് പറഞ്ഞെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയിപ്പോൾ അതും ചെയ്യാം എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ ഭാവിയിൽ അത് ചെയ്യേണ്ടി വരും. കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ കൊടുക്കുക, കോൺഗ്രസിന് പോസ്റ്റർ അടിച്ചു കൊടുക്കുക, കോൺഗ്രസിന് പ്രസംഗം എഴുതി കൊടുക്കുക. ഇതൊക്കെ ഇനിയിപ്പോൾ ഇന്റലക്ച്വൽ സെല്ലിൻ്റെയും ഞങ്ങളുടെ സ്പോക്സ് പേഴ്സൻ്റെ ഒക്കെ പണിയാവുമെന്ന് വസന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അതും കേൾക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അടുത്തത് ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണം അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ രാഹുൽ എയർപോർട്ടിലേക്ക് കാള ഓടിച്ചു വരുന്നു എന്നൊരു ആരോപണം അദ്ദേഹം പറഞ്ഞാൽ കേട്ടു. അത് അപ്പോൾ ചോദിച്ചു, കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് നടത്തുന്നു എന്നുള്ളതാണ്. അത് കാള ഓടിച്ചു വരുന്നവന് പോലും ഫ്ലൈറ്റിൽ പോകാനായിട്ട് പറ്റും എന്ന് വേണമെങ്കിൽ അത് പറയാം. അപ്പോൾ അങ്ങനെയും ഒരു സ്കീമുണ്ടല്ലോ. ഇപ്പോൾ എത്രത്തോളം, അതായത് ഗ്രാമങ്ങളിൽ പോലും എയർപോർട്ട് വന്നു, ഉദാൻ പദ്ധതി. അങ്ങനെയും ആവാമല്ലോ. കാരണം പണ്ട് 2 എയിംസ് വരുന്നു അവിടെ. ഈ ഗ്രോത്ത് പറയുമ്പോൾ അതുകൊണ്ട് GSDP അവിടെ 2.47 ആയിരുന്നു BJP ഏറ്റെടുക്കുമ്പോൾ. 2,47,000 കോടി രൂപ അതായിരുന്നു GSDP. ഇന്നത് ഏതാണ്ട് ഇരട്ടിയായി. ഏതാണ്ട് 10 വർഷം കൊണ്ട് ഇരട്ടിയായിട്ടുണ്ട് GSDP. അത് 4.6 ലക്ഷം കോടി രൂപ അയക്കുന്നു. ഇതെന്താ എൻ്റെ വിമർശകർ, BJPയുടെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെയും വിമർശകർ കാണാത്തത്? അഗ്രികൾച്ചറിൻ്റെ ഗ്രോത്ത് നോക്കൂ. പ്രൊഡക്ഷൻ വെറും 2.51% ഗ്രോത്ത് ഉണ്ടായിരുന്നത്, ഇത് പല ഗ്രോത്തിൻ്റെയും 30% ഗ്രോത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചില പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ ടോട്ടൽ ഗ്രോത്ത് 7%, നാഷണൽ ആവറേജിനേക്കാൾ കൂടുതൽ ബീഹാറിൽ അഗ്രികൾച്ചർ ഗ്രോത്ത് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചറിൽ 4th
ഫോർത്ത് ലാർജസ്റ്റ് പ്രൊഡക്ഷൻ സെന്ററായിട്ട് ബീഹാർ മാറുന്നു. ഈ ബീഹാറിൽ വാങ്ങിക്കുന്ന ട്രാക്ടറുകളുടെ 30% സ്ത്രീ ഓണർഷിപ്പിൽ, വിമൻസ് ഓണർഷിപ്പിൽ, വിമൻസ് സെന്റർഷിപ്പിൽ വാങ്ങുന്നു. ഇത് ഫെർട്ടിലൈസർ ഡിമാൻഡ് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിട്ടുള്ളത് ഈ ബീഹാറിലാണ്. ഇത്തരം കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാർഷിക വിളയുടെ ഉൽപാദനം കൂടുന്നു, ഹോർട്ടിക്കൾച്ചർ ഉൽപാദനം കൂടുന്നു, അതുപോലെ തന്നെ വിഷരഹിത പ്രകൃതി ദ്രവ്യസാധനങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡും പ്രൊഡക്ഷനും അവിടെ കൂടുന്നു എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ 5 ടോപ്പ് 10 റൈസ്, വീറ്റ് അതുപോലെ സാധനങ്ങൾ ഇന്ന് പഞ്ചാബും UPയും കഴിഞ്ഞാൽ ബീഹാർ ആയിരിക്കുന്നു. പ്രൊഡക്ഷൻ വളരെ കൂടുന്നു. അപ്പോൾ അഗ്രികൾച്ചർ ഏരിയ ഡെവലപ്പ് ചെയ്തു എന്നുള്ളൊരു സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു റോഡിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ പവർ കണക്ടിവിറ്റി, ഇലക്ട്രിസിറ്റി ഹാസ് ബീൻ ഗ്രോൺ സച്ച് എ ബിഗ് വേ. അതുപോലെ തന്നെ ജൽ ജീവൻ മിഷൻ, കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിച്ച ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ ബീഹാറിന്റെ വികസനം NDAയുടെ കൈകളിൽ സുഭദ്രമാണെന്ന് തിരിച്ചറിഞ്ഞു വോട്ടർമാർ അല്ലേ? പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീ വോട്ടർമാർ അല്ലേ? അതെ, സ്ത്രീകൾ സാധാരണ അവിടെ ട്രാവൽ ചെയ്യുന്ന, ഇപ്പം ഈ മലയാളം ചാനലുകളിലെ ഒരു ആൾക്കാർക്ക് ഇപ്പോൾ ഇന്ന് വേറെ പല ന്യൂസുമായിരിക്കും, ഈ ഡിസ്കഷൻ തന്നെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇംഗ്ലീഷ് ചാനലുകളൊക്കെ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും അവിടെ ട്രാവൽ ചെയ്ത സാധാരണക്കാർ. എന്നിട്ട് ഇവിടെ നിന്ന് പോയ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അർഹിച്ച വിജയമാണ്. പല സംസ്ഥാനങ്ങളിൽ ജില്ലകളിൽ ചെല്ലുമ്പോഴും കോൺഗ്രസിന് ഓഫീസില്ല, ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ ആളില്ല. CPIയുടെ ഓഫീസിന് മുമ്പിൽ കൊടി പോലും ഇല്ല, തുറക്കുന്നില്ല. അവിടെ കേരളത്തിൽ നിന്ന് വന്ന പ്രവർത്തകനാന്ന് പറയുമ്പോൾ റിസീവ് ചെയ്യാൻ ആളില്ല, ഒരു ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ഒരു മീഡിയ സെല്ലില്ല. ഇത്തരത്തിൽ ഒരു പ്രോപ്പറായിട്ട് ഒരു ഇലക്ഷൻ മാനേജ് ചെയ്യാനുള്ള മെഷീനറി പോലും ഇല്ലാത്ത ഒരു രീതിയിലാണ് കോൺഗ്രസ് അവിടെ അധപ്പതിച്ചിരിക്കുന്നു. അല്ലാണ്ട് രാവിലെ ഒരു 3 ദിവസം ഒരു റാലി നടത്തി, അല്ലെങ്കിൽ ഒരു വോട്ട് ചോരി യാത്ര, ഒരു മീഡിയ ക്യാമ്പയിൻ നടത്തിയിട്ടൊന്നും വോട്ടാവില്ല. അത് തന്നെ കോൺഗ്രസിനെ മാത്രം കുറ്റപ്പെടുത്തിയാൽ പോരാ. ഇപ്പോൾ RJD നോക്കൂ, ഏറ്റവും വലിയ അഴിമതി, ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ അഴിമതി നടത്തിയ ലാലു പ്രസാദ് യാദവ്, അദ്ദേഹത്തിൻ്റെ മക്കളാണല്ലോ, ഭാര്യ പോലും അവിടുത്തെ മുഖ്യമന്ത്രിയായി. അപ്പോൾ ഈ RJDനെയൊക്കെ ഇനിയും ചുമക്കണം എന്നാണോ ബീഹാറിലെ ജനത? മറുപടി കൊടുത്തല്ലോ. ഏറ്റവും വലിയ തിരിച്ചടിയല്ലേ RJDക്ക് ഉണ്ടായിരിക്കുന്നത്? ഈ അഴിമതി പണ്ടാരങ്ങളെയൊക്കെ വീണ്ടും പേറണം എന്നാണോ ഇവരുദ്ദേശിക്കുന്നത്, ഈ കോൺഗ്രസും അതുപോലെ ഇടത് പാർട്ടികളൊക്കെ? കോൺഗ്രസും ഇടതുവശം പറഞ്ഞ, ഞാൻ വിചിത്രമായ കാര്യം, അവിടെ നക്സലൈറ്റിന്റെ കൂടി ഒരുമിച്ച് നിന്നാണ് ഇവർ വോട്ട് മേടിച്ചിരിക്കുന്നത്. മാവോയിസ്റ്റ്, അതാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞത്. ഇവരെ ഒരു MLMC മുസ്ലിം ലീഗുമായും മാവോവാദി കോൺഗ്രസുമായും സഖ്യം ചെയ്തുകൊണ്ട് രാജ്യത്തെ തകർക്കുക എന്നുള്ള നയമാണ് ഇവിടെ കോൺഗ്രസ് ഈ കുറെ നാളുകളായിട്ട് നടത്തിയിരുന്നത്. ഈ ഗൗതം പറഞ്ഞതുപോലെ ഇവർക്ക് എന്തിലാണ് വിശ്വാസം? ഇവർ തിരഞ്ഞെടുപ്പ് തോക്കുമ്പോൾ അല്ലെങ്കിൽ BJP ജയിക്കുമ്പോൾ ആദ്യം BJPയെ ഹിന്ദുത്വ വർഗീയവാദികളെ കാണുന്നു. ഇപ്പം രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും ആർമിയോ നേവിയോ എയർഫോഴ്സോ പറഞ്ഞാൽ അവരെ BJPയുടെ ഒരു സൈഡ് ടീമായി അല്ലെങ്കിൽ പരിവാറായി പറയുന്നു. ആർമിയെ വിശ്വാസമില്ല, സുപ്രീം കോടതിയെ വിശ്വാസമില്ല, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ, ഇതിനു മുമ്പ് ഈ വോട്ടിംഗ് മെഷീനെ വിശ്വാസമില്ല, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ വിശ്വാസമില്ല, ഇനി ജനങ്ങളെ വിശ്വാസമില്ല. ഇവിടെ വോട്ട് ചെയ്ത സ്ത്രീകൾ മുഴുവൻ ഈ രജനീകാന്തിന്റെ സിനിമയിൽ വന്ന റോബോട്ടുകളാണെന്ന് പറയുമെന്നാണ് എൻ്റെ ഭയം. ഇതൊന്നും മനുഷ്യരല്ല, നരേന്ദ്രമോദി റഷ്യയിൽ നിന്ന് ഇറക്കിയ റോബോട്ടുകൾ വന്നാണ് വോട്ട് ചെയ്തത് എന്നൊക്കെ ഇയാൾ പറഞ്ഞ് നമ്മൾ അത്ഭുതത്തോടെ നോക്കേണ്ടി വരും. ഇവർക്കൊന്നിലും വിശ്വാസമില്ല, സ്വന്തം പാർട്ടിയിൽ വിശ്വാസമില്ല, സ്വന്തം ഇവിടെയൊക്കെ ഇരുന്ന ബൂത്ത് ഏജന്റുമാർക്ക് പറയാൻ പാടില്ലേ, ഇവരെ ഞങ്ങളുടെ വോട്ടേഴ്സ് ഇത്ര പേരില്ല, അത് കാരണം ഞങ്ങൾക്ക് ഇത്ര വോട്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എൻ്റെ മദറിലോന് വോട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾ ചെന്ന് വീഡിയോ കോൺഫറൻസിലൂടെ, അവർക്ക് പ്രായമായ കാരണം പോകാൻ പറ്റിയില്ല, വീഡിയോ കോൺഫറൻസിലൂടെ ആ കാര്യങ്ങൾ കൃത്യമായി ഡാറ്റ കൊടുത്തപ്പോൾ വോട്ട് കയറി. ഉണ്ടായിരുന്ന വോട്ട് വെട്ടിമാറ്റിയതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ, അത് വേറെ കാര്യം. പക്ഷേ അതിനൊരു നിയമമുണ്ട്, നീതിയുണ്ട്, ഈ നാട്ടിൽ രീതിയുണ്ട്. ആ രീതി പ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ വോട്ട് കിട്ടും. ഇതെല്ലാം സ്വാഭാവികമാണ്. ഇതൊന്നും അറിയാത്തതുകൊണ്ടല്ല. ഇതുകൊണ്ട് തന്നെയാണ് വോട്ട് ചോരിയുടെ വലിയ പത്രസമ്മേളനം അത് PPT പ്രസന്റേഷനിൽ ഒരു വലിയ ടെലിവിഷൻ ചാനലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നടത്തിയിട്ട് സ്വന്തം പാർട്ടിയുടെ നേതാക്കളോ അതല്ലെങ്കിൽ ആ പാർട്ടിയുടെ സഖ്യകക്ഷിയുടെ നേതാക്കളോ ഒരിക്കൽ പോലും അത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ റിപ്പീറ്റ് ചെയ്യാതിരുന്നത് ഈ കാരണം കൊണ്ടാണ്. വിശ്വാസയോഗ്യമായ ഒരു തിരഞ്ഞെടുപ്പ്, ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ആരോപണം പോലും ഉന്നയിക്കുവാനുള്ള
രാഷ്ട്രീയ മര്യാദയോ മാനസികമായ ആരോഗ്യമോ ഇല്ലാത്ത പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതിൻ്റെ കൂടെയാണ് ഈ നക്സലൈറ്റുകളും അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറച്ച് ബുദ്ധിബോധമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടായിരുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങൾ ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞു. തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ഓരോ വീട്ടിലും ഓരോ ഗവൺമെന്റ് ജോലി കിട്ടുന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല എന്നറിയാം. എന്നാൽ ഇങ്ങനത്തെ ആരോപണങ്ങൾ, ഒരു മഹാവാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ ഇത്തരം പൊള്ളയായ വാഗ്ദാനങ്ങളിലൂടെ ജനങ്ങൾ അംഗീകരിക്കില്ല, ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.